ഇതാണ് നമ്മൾ പറയുന്നത് നാനോ കോട്ടിംഗ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ്. അതായത് ഏത് തരത്തിലുള്ള ഷാമ്പു യൂസ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തൊരു കസ്റ്റമർ ആയിരുന്നു ഞാൻ. ഗ്രാഫീൻ കോട്ടിങ്, സെറാമിക് കോട്ടിംഗ് തുടങ്ങിയ നാനോ കോട്ടിങ്ങുകൾ നമ്മൾ 20, 25 അത് ഒരു 30 രൂപ ഇതിനൊക്കെ മേളിലേക്കാണല്ലോ കാശ് മുടക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ശരിക്കും ഇത് ചെയ്യുന്ന കസ്റ്റമറിന് അതിൻ്റെതായ ഒരു ഗുണം കിട്ടുന്നുണ്ടോ? അവർ സാറ്റിസ്ഫൈഡ് ആണോ? അവർ പിന്നെ എങ്ങനെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ കൂടി ഇപ്പോൾ ഈ ഒരു റെഡിഗോയുടെ ഓണർ നമ്മുടെ ഡോക്ടർ അജയ് ശങ്കർ, നമ്മുടെ ഡോക്ടർ ഇന്ത്യ ചാനലിൻ്റെ ഓണറാണ്. അപ്പോൾ നമ്മുടെ ശങ്കരേട്ടൻ ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ശങ്കരേട്ടാ പിന്നെയും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അതെ, അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കോട്ടിങ് ചെയ്തിട്ട് ഒരു 1.5 മാസം അല്ലേ? 1.5 മാസം അല്ല, ജൂൺ 10 ആ ഒരു ഡേറ്റ് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമ്മൾ കാശ് മുടക്കി ചെയ്ത ഒരു കോട്ടിങ് ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഒറ്റ വാക്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതെ, നമ്മൾ അന്ന് ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടായിരുന്നു, ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇറക്കിയാൽ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ തോന്നത്തുള്ളൂ. കാര്യം കാണുമ്പോൾ തന്നെ അയ്യോ വളരെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ആ റിയാക്ഷൻ എങ്ങനെ നിൽക്കുന്നു? ശരിക്കും ഈ വണ്ടി എടുത്തതിന് ശേഷം ഇതിന്റെ കളർ ഒരു റൂബി റെഡ് കളർ. അതെ, ഇത് കഴുകിയാലും നോർമലി കഴുകിയാലും ഇതിന് നല്ല ഭംഗിയാണ്. അതൊരു തിളക്കം, ഗ്ലോ ഉണ്ട്, ഒരു ഗ്ലോയിങ് ഉണ്ട്. അതെ. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇപ്പം ഞാൻ ഈ വണ്ടി കഴുകിയിട്ടില്ല. ഇതിന് ശേഷം ഇത് കഴുകിയിട്ടുള്ളത് നമ്മൾ കഴുകിയിട്ടേ ഇല്ലേ? അല്ല, ഇപ്പൊ കഴുകിയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇത് കഴിയുന്ന സമയത്ത് ഇവിടെയൊക്കെ ചെറിയൊരു ഡോട്ട്സും ഫംഗസ് ശരിക്കും ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചിരുന്നില്ല, കഴുകുമ്പോ പോകുന്നില്ലായിരുന്നു. അപ്പോ ഇത് ചെയ്തതിന് ശേഷം ആക്ച്വലി നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് കഴുകുന്നത്. നമ്മൾ അന്നേരം എത്രയാണോ ഗ്ലോ ചെയ്യുന്നത് അതിനൊരു 10 ഇരട്ടി ഗ്ലോയിങ് കിട്ടുക. കോട്ടിംഗ് ചെയ്തതിന്റെ. പിന്നെ മാത്രമല്ല ഇത് കഴുകുമ്പോ എളുപ്പമായി, ഭയങ്കര ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കഴുകിവിടാം. അന്നേരവും ഞാൻ കഴുകുന്ന എന്ന് വെച്ചാൽ ഞാൻ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കഴുകാൻ പൊതുവെ മടിയുള്ള ഒരാളായതുകൊണ്ട് കഴുകുന്ന വളരെ ഈസി ആയിട്ട് കഴുകുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ അത് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ ഈസിനെസ് ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ സെറാമിക് കോട്ടിംഗ് നമുക്കറിയാലോ, നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ലപോലെ കാശ് മുടക്കി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ സെറാമിക് അല്ല, ഇതിപ്പോ ചെയ്ത ഗ്രാഫീൻ ആണ്. അപ്പൊ ഏത് കോട്ടിംഗ് ആണെങ്കിലും നാനോ കോട്ടിംഗ് ആണെങ്കിലും നമ്മൾ കാശ് ഇറക്കി ചെയ്ത ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിനെ ലാസ്റ്റ് ചെയ്യിക്കാൻ നോക്കും. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നേരത്തെ ഇപ്പം വണ്ടി നോക്കിയ പോലെ ആയിരിക്കത്തില്ല, ഇപ്പം നമ്മള് ഇച്ചിരി ശ്രദ്ധിക്കും നമ്മള്, അല്ല കാച്ചിറങ്ങിയ ഒരാളെന്ന് നിലയ്ക്ക്. അപ്പം വണ്ടി അങ്ങനെ കെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്? ഇപ്പൊ നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ ഇത് കഴുകാനായിട്ട് വെളി കൊടുക്കുമായിരുന്നു. അതായത് ഇനി ഒന്ന് വെളി കൊടുക്കുമ്പോൾ 350-500 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് വണ്ടി കഴുകാനായിട്ട്. അപ്പൊ അവർ പൂർണ്ണമായിട്ട് ഉള്ളിൽ സഹിതം കഴുകി തരും. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ അതിന് ശ്രമിക്കാറില്ല. ചില ആ ഒരു 500 റുപ്പീസ് ചിലപ്പോൾ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലപ്പോഴും പുറത്ത് കൊടുക്കുന്നത്, സമയവും മെനക്കേടും എല്ലാം കൂടെ. പിന്നെ അത് വൃത്തിയായില്ലേ എന്നൊക്കെയുള്ള ഒരു, പിന്നെ നമ്മുടെ പൊതുവെയുള്ള മടി, അതൊക്കെ പുറത്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്കത് കഴുകാനായിട്ടൊരു താല്പര്യമുണ്ട്. എളുപ്പത്തിൽ കഴുകി തരും. നമ്മൾ നേരത്തെ അരമണിക്കൂർ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടോ തീർക്കാം എന്നുള്ളൊരു, അതുകൊണ്ട് നമുക്ക് തന്നെ കഴുകാം എന്നുള്ളൊരു ഇത് വന്നു. ഓക്കെ, എന്തായാലും ഇതിപ്പം കഴുകിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 ആഴ്ചയായിട്ടുണ്ടാവും. 2 ആഴ്ചയല്ല കേട്ടോ, ഇതിപ്പോ അടുത്ത് കഴുകിയതാ. ഇതിപ്പോ സർവീസ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഉണ്ടല്ലോ ഈ ഇപ്പൊ പൊടി കണ്ടോ, നമുക്ക് ഈ ഒരു കോട്ടിങ് ചെയ്തോണ്ടാണ് ചുമ്മാ തൂക്കുമ്പോൾ തന്നെ കണ്ടോ വളരെ ഈസി ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ കഴുകുമ്പോഴും നമുക്ക് ആ ഒരു, അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇത് കഴുകുന്ന ഒരു ഡെമോ കൂടെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചത്, എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കഴുകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ കഴുകുമ്പോഴത്തേനും നമുക്കിപ്പം കോട്ടിങ് ചെയ്ത വണ്ടിയാണെങ്കിലും അല്ലെങ്കിലും നോർമൽ വണ്ടിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച്, വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്തി ഒന്ന് കഴുകിയേക്കാം അല്ലേ. നമ്മൾ കഴുകുന്നതിന് മുന്നേ നമുക്ക് ഈ ഇരിക്കുന്ന പൊടി ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകുന്നത് ഇച്ചിരി ഈസി ആകും. മാത്രമല്ല വേറൊരു പോയിന്റും കൂടെ പറയാം, നമുക്ക് കഴുകാനായിട്ട് കൂടെ നേരമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പൊടി തുടച്ച് പോയാൽ ഇത് കോട്ടിങ് ചെയ്തുകൊണ്ട് തിളങ്ങി നിൽക്കും. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഇപ്പം നല്ല പൊടിയുണ്ട്. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ പേര് ജോപ്പാസർ എന്നാണ്. നമ്മൾ അന്ന് കോട്ടിങ് ചെയ്തപ്പോൾ മേടിച്ച സാധനമല്ല ഇത്, അതെ അവിടുന്ന് തന്നെ അപ്പം തന്നെ മേടിച്ചാണ്. അപ്പോൾ ഇതാണ്ട് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ട്, ഇതൊന്ന് തുടച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതുണ്ട് നല്ല പോലെ ഈസി ആയിട്ട് ആ പൊടി പോവുകയും ചെയ്യും. നമുക്ക് ഇനിയിപ്പോൾ കഴുകിയില്ലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ, കഴുകാൻ മടിയുള്ളവർക്ക് വേണം യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ജോപ്പാസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട്, കാരണം നമ്മൾ ഈ കഴുകുന്ന സമയത്ത് ഇപ്പം ഞാൻ ആ ഒരു കോട്ടിങ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ബോണറ്റിൽ ഇഷ്ടം പോലെ ചിലന്തി വല പോലെ സ്ക്രാച്ച് ഉണ്ട്. അതുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ തുണിയിട്ട് ചുമ്മാ ഉരച്ച് കഴുകുമ്പം അവിടെ ഇരിക്കുന്ന ആ ഒരു ഡസ്റ്റ് തന്നെ ഇങ്ങനെ ഉരഞ്ഞുറഞ്ഞാണ് സ്ക്രാച്ച് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കഴുകുന്നതിന് മുന്നേ ഈ പൊടിയൊക്കെ കളയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ക്രാച്ച് ഉണ്ടാകുന്ന മാറിക്കിട്ടും. ഇപ്പം ഈ ജോപ്പാസർ വെച്ച് ജസ്റ്റ്
ഈ ഒരു ഗ്ലാസ്സിലെ പൊടി തൂത്തണം കണ്ടോ എത്ര ഈസി ആയിട്ടാണ് പോകുന്നതെന്നുള്ളതുണ്ടോ. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കഴുകുമ്പോൾ ഒന്ന് ക്ലിയറും കൂടെ ആയി കിട്ടും. നമുക്ക് ജസ്റ്റ് ചുമ്മാ വെള്ളം ഒന്ന് ഒഴിച്ചു വിടാം. ഇപ്പം ഞാൻ പോയിൻ്റ് അല്ല ഇട്ടേക്കുന്നത്, വൈഡായിട്ടാണ് ഇട്ടടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെള്ളം ഇതാക്കാനായിട്ട്. ഇത് നിങ്ങളിപ്പോൾ ഈ വെള്ളം അടിക്കാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് നാനോ കോട്ടിങ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ്. അതായത് ചേമ്പിലയിൽ വെള്ളം വരുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ എത്ര ഈസി ഇതുണ്ടോ കണ്ടോ. ഇതാണ് ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഫുൾ ഒഴിച്ചു വിടാം. വെള്ളം എല്ലാം ഒഴിച്ചിട്ട് ഇപ്പം നമ്മൾ ഫോം വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫോം വാഷ് ചെയ്യാനായിട്ട് തന്നെ നമ്മളിങ്ങനെ ഫോം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ വാഷർ നമ്മുടെ റാബിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് തരത്തിലുള്ള ഷാമ്പു യൂസ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിപ്പം നിങ്ങൾ നാനോ കോട്ടിങ് ചെയ്തവരോട് മാത്രമല്ല ചെയ്യാത്തവരോടും കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ള pH വാല്യൂ ഒരു 10 വരെയാണ്. ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പ്യുവർസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു ഷാമ്പൂവിന് ശരിക്കും ന്യൂട്രൽ pH ആണ്, അതായത് 7 വരുന്നത്. അപ്പോൾ അഡ്വൈസബിൾ ആയിട്ടൊരു 10 വരെ പോകാം. ഇനിയിപ്പം അതും പറ്റില്ല ഒരു 12 വരെ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരിക്കലും നിങ്ങൾ pH വാല്യൂ കൂടിയ ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ പെയിൻറ്റിനെ തന്നെ ഫെയ്ഡ് ആകുന്നൊരു പരിപാടിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടരാം. അപ്പം ഒന്ന് ഫുള്ളായിട്ട് ഞാനൊന്ന് ഫോം ചെയ്യുവാണ്. ഓക്കെ, ഇതേ ഈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്യുവർസോ എന്ന് പറയുന്ന ഷാമ്പൂ. പക്കായിട്ട് നമുക്ക് ന്യൂട്രൽ pH ഉള്ളൊരു ഷാമ്പൂ ആണ്. അപ്പോൾ ഈ ഷാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ പ്രഷർ വാഷിൻ്റെയും ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊന്ന് ഇത് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഗ്രാഫീൻ കോട്ടിങ് കൂടെ കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് പറഞ്ഞത് ഇങ്ങനെ താവട്ട് പോകുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മൾ ഈ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ അവർ വണ്ടി പതച്ച് വെക്കത്തില്ല, അതുപോലെ നിൽക്കും സംഭവം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കും കൂടെ ഫുള്ളൊന്ന് അടിച്ചു വിടാം. എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും കഴുകുമ്പോൾ റൂഫിൽ നിന്ന് താഴേക്ക് വേണം നമ്മൾ കഴുകി വരാനായിട്ട്. അതിൻ്റെ കുറേ കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ചെളി വരുന്നത് ഈ താഴെ ഭാഗത്തായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അവിടെ ആദ്യം കഴുകിയിട്ട് ആ ഒരു തുണി ആകുമ്പോഴത്തേനും എന്തായാലും തുണിയെല്ലാം ഡസ്റ്റ് പിടിക്കും. നമ്മളിങ്ങനെ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് കഴുകുമ്പോഴത്തേനും ഈ പൊടിയെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് നമ്മളൊരുമാതിരി സാൻഡ് പേപ്പർ എഫക്റ്റ് വരും. അതായത് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഒരച്ചൊരച്ചൊരച്ച് അവിടെ ഇതുപോലെ ഞാൻ പറഞ്ഞാൽ ചെലന്തി വല പോലുള്ള സ്ക്രാച്ച് വരും. സോ നിങ്ങൾ കഴുകുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനല്ല കഴുകുന്നതെങ്കിൽ. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുമ്പ് ജോപ്പാസിലിട്ട് പിടിക്കാത്ത സ്ഥലമാണിത്. ഇവിടെ ചെളി ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എത്ര ഈസി ആയിട്ട് പോകുന്നുണ്ടെന്ന്. ജസ്റ്റ് ഞാൻ ഈ തുണിയിട്ട് പിടിക്കാൻ തന്നെ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഡസ്റ്റ് എല്ലാം നമുക്ക് ഇനി പോകും. അങ്ങനെ ഇതാണ്ട് നമ്മൾ നമ്മുടെ വണ്ടി പൂർണ്ണമായിട്ട് മൊത്തം കഴുകി കഴിഞ്ഞു. എത്ര നേരം എടുത്ത് കാണും? 10 മിനിറ്റ്. അത് നമ്മൾ ഫോം വാഷ് ചെയ്താണ് കഴുകിയത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി തീർന്നു. അപ്പോൾ കഴുകുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ നോർമൽ വണ്ടി കഴുകുന്നതും ഒരു നാനോ കോട്ടിങ് ചെയ്ത വണ്ടി കഴുകുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതായത് നമ്മൾ നാനോ കോട്ടിങ്, അതിപ്പോൾ സെറാമിക് ആണെങ്കിലും ഗ്രാഫീൻ ആണെങ്കിലും ഏതാണെങ്കിലും ചെയ്തതിന് ശേഷം നിങ്ങൾ 7 ദിവസം കഴിഞ്ഞിട്ടേ കഴുകാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി മുന്നോട്ട് വെച്ചാൽ അതിനനുസരിച്ച് പൊടി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയാണ്. അപ്പം ഓണർ എന്ന നിലയ്ക്ക് വേറെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയുടെ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അതെ, ഞാൻ ഈ വണ്ടി എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്ത ഒരാൾ. അതെ, അപ്പോൾ നമ്മുടെ വിഷ്ണു പറഞ്ഞതിന് പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ റോബിൻസ് ആണെങ്കിലും ഒക്കെ പറഞ്ഞൊരു സാധനം ഇതൊക്കെയാണ്. അന്നേരമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഗുണം പറയുന്നത്. ശരിക്കും ഇത് സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വർത്തായിരിക്കും കൊടുക്കുന്ന കാശിന്, അല്ലേ? ഇവർ 1.5 വർഷമാണ് നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര രൂപ തൊട്ടാ സ്റ്റാർട്ടിങ് വരുന്നത്? ഒരു നല്ലതൊക്കെയാണ് 25 മേലോട്ടൊക്കെ 25 മേടിച്ചു. അതെ, അത് ആ റേറ്റ് തൊട്ടുണ്ട്. ഞാൻ എന്റെ റേറ്റ് പറഞ്ഞില്ലെന്നുള്ളൂ, അത് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ സാധനം ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷത്തേക്ക് ഇത് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ 1.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ 1.5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മര്യാദക്ക് നോക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. അത് നമ്മൾ നോക്കുന്നതിരിക്കും. അത് നമ്മൾ എങ്ങനെ നോക്കണം എന്നും കൂടാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം. അതെ, 1.5 വർഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും 1.5 വർഷം കഴിഞ്ഞ ഉടനെ. അങ്ങനല്ല, അവര് അവരെപ്പോഴും ഗ്യാരണ്ടി മിനിമം ഗ്യാരണ്ടി ആണ് പറയുന്നത്. ആ മിനിമം ഗ്യാരണ്ടിയിൽ വന്നിരിക്കുന്നതാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, വളരെ വർത്തായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലേക്ക് ഇത്. പക്ഷേ
കറക്റ്റായിട്ട് അവെയർ ആയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അതെ അതെ ഉറപ്പായിട്ടും. ഒരു കസ്റ്റമർ ഞാൻ പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തൊരു കസ്റ്റമർ ആയിരുന്നു ഞാൻ. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിന് ഇത്രയൊക്കെ മേന്മയുണ്ടെന്ന് മനസ്സിലായതും അല്ലെങ്കിൽ ഇത് നമ്മളെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം മനസ്സിലാകും. ഓരോ കസ്റ്റമറും ഇത് എങ്ങനെ ചെയ്യണം എന്തിന് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അറിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് അതിന്റെ ഒരു ഗുണം മനസ്സിലാവും. അതെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു നാനോ കോട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന കാശിനുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒന്ന് ആഫ്റ്റർ കെയർ ഇത് പോയാൽ ഉറപ്പായിട്ടും ഗുണമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.